നമസ്കാരം. ഇന്ന് പുതിയ മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഡിസംബർ 1. പുതിയ മാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഈ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേത് ശംഖുപുഷ്പമാണ്, രണ്ടാമത്തേത് തുളസിയിലയാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഈ മാസം ഏറ്റവും ശുഭകരമായി ഭവിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ ഇഷ്ടദേവതയുടെ നാമം രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാദ്യ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ പുഷ്പമായ ശംഖുപുഷ്പമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. കഠിനാധ്വാനം ഫലം കാണും എന്ന് തന്നെ പരാമർശിക്കാം. കാരണം കഠിനാധ്വാനം ചെയ്യുന്നതായ വ്യക്തികൾക്ക് ഈ മാസം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചെയ്യുന്നതായ കാര്യങ്ങളിൽ കൂടുതൽ വിജയങ്ങൾ നേടുവാൻ സഹായകരമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് നിരീക്ഷണ ബുദ്ധിയോടെ പല കാര്യങ്ങളെയും സമീപിക്കുവാൻ സാധിക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. അതിനാൽ ഈ മാസം ഏതു കാര്യവും ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നിഷ്കളങ്കരായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ ഈ മാസം അല്പം അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പലരും നിങ്ങളെ മുതലെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് വേണം. ഏതൊരു കാര്യം നിങ്ങളുടെ മുൻപിൽ വരികയാണ് എങ്കിലും അതേക്കുറിച്ച് വ്യക്തമായി ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരെ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നത് ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. കാരണം അത്തരത്തിൽ മുന്നോട്ട് പോയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള തിരിച്ചടികൾക്കും കാരണമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രതിസന്ധികൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിനാൽ തുടക്കം ഒരു തരത്തിലുള്ള പ്രതിസന്ധി വരികയാണ് എങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന രീതിയിലുള്ള ചിന്തകൾ മനസ്സിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എപ്പോഴും കഠിനാധ്വാനത്താൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന ചിന്ത നിങ്ങൾക്ക് കടന്നു വരികയും കഠിനാധ്വാനത്താൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്രമേണ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവരോട് നിങ്ങൾക്ക് സ്നേഹവും ദയയും ഉള്ളവർ തന്നെയാകുന്നു. അത് നിങ്ങൾക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനും ഈ മാസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുന്നതിനും സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ശാന്തരാണ് നിങ്ങൾ. ഈ മാസം ശാന്തതയോടെ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത് നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിന് സഹായകരമായി തീരും. കൂടാതെ ഈ സമയം സാമ്പത്തിക ക്ലേശങ്ങളാണ് എങ്കിൽ പോലും അതിൽ നിന്നും തരണം ചെയ്യാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാണ്. പുതിയ അവസരങ്ങൾ തന്നെ തേടി വരും. അത് സാമ്പത്തികപരമായോ അല്ലാതെയോ പുതിയ അവസരങ്ങൾ തേടി വരാവുന്ന ഒരു മാസമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വിപരീതമായി ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് പോലും പ്രതീക്ഷയില്ലാത്തതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനും തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിച്ചു എന്ന് വരാം. കൂടാതെ അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ സഹായങ്ങൾ ലഭിക്കുക, പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്ന ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ പുതിയ അവസരങ്ങൾ, പുതിയ വാതിലുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും.
വിശ്വസ്തർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അവരുമായി ബന്ധപ്പെട്ട് അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഉള്ളു തുറന്ന് സംസാരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അത് പല പ്രശ്നങ്ങളും പരിഹരിക്കുവാനും ഈ മാസം സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും അത് സഹായകരമായി തീരും. ആരുടെയും മുൻപിൽ തല കുനിക്കുന്നവരല്ല നിങ്ങൾ. അത് ഈ മാസവും നിങ്ങൾക്ക് തുടർന്ന് പോരുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അത് നിങ്ങൾക്ക് ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ശത്രുദോഷങ്ങൾ ഈ സമയം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഈ കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ പല വിധത്തിലുള്ള ചതികൾ, തിരിച്ചടികൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഉയർച്ച വന്നു ചേരുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനുമുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക. ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. രണ്ടാമത്തെ ചിത്രമായ തുളസിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിശ്ചയദാർഢ്യത്തോടെ തന്നെ പല കാര്യങ്ങളും ചെയ്യുവാനുള്ള അവസരങ്ങൾ ഈ മാസം നിങ്ങൾക്ക് കടന്ന് വന്നു എന്ന് വരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ്. പ്രധാനമായും ഉറച്ച മനസ്സോടെ തന്നെ പല തീരുമാനങ്ങളും ഈ മാസം കൈക്കൊള്ളേണ്ടതായി വരാം. അത്തരം തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശ്രദ്ധയോടെ തന്നെ നീങ്ങുവാനും പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുന്നതിനാൽ വന്നു ചേരേണ്ടതായ പല ദുരിതപൂർണമായ അവസ്ഥകളെയും തരണം ചെയ്യുവാൻ ഈ മാസം നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൽ ആവശ്യമുള്ള ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ വളരെ വേഗം ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ സമയം എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻഗണന നൽകുകയും അത്തരം കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. എവിടെയും ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയങ്ങൾ സ്വന്തമാക്കുന്നതിനോടൊപ്പം ശത്രുക്കൾക്ക് മേൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം അമിതമായ സംഘർഷം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. അത് കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാകാം. കുടുംബത്തിൽ സംഭവിക്കുന്നതായ ചില കാര്യങ്ങൾ, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ധനപരമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ആത്മസംഘർഷം അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ളതായ ചില ആശങ്കകളും നിങ്ങൾക്ക് ഇത്തരത്തിൽ ആത്മസംഘർഷത്തിന് സാധ്യത വർദ്ധിപ്പിക്കും എന്ന കാര്യം ഓർക്കുക. അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പരിഹരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പലപ്പോഴും നിങ്ങളെ പലരും താഴ്ത്തി പറയുന്നു എന്നത് നിങ്ങൾക്ക് സഹിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമല്ല ഉള്ളത്. അത്തരം ചില കാര്യങ്ങൾ ഈ മാസവും തുടരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവരുടെ ദുഃഖം സഹിക്കുവാൻ സാധിക്കാതെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ദുഃഖങ്ങൾ സഹിക്കുവാൻ സാധിക്കാതെ ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു എന്ന് വരാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം ക്ഷമാശീലം നിങ്ങൾ പഠിക്കുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷമ നിങ്ങൾക്ക് അനിവാര്യമായി മാറുന്ന സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. അമിതമായ ആത്മവിശ്വാസം അല്ലെങ്കിൽ അമിതമായ ആവേശം പല കാര്യങ്ങളിലും പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഈ മാസം അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ പൊതുവെ കുറയ്ക്കുവാൻ നിങ്ങൾ തയ്യാറായി മാറും എന്നതാണ് വാസ്തവം. എടുത്തുചാട്ടം അല്പം കുറയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആത്മീയപരമായ കാര്യങ്ങളിൽ ഈ മാസം താല്പര്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു.
മറ്റുള്ളവരുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ ചില ത്യാഗങ്ങൾ ഈ സമയം നിങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പങ്കാളിയുമായി അടുത്ത ബന്ധം അല്ലെങ്കിൽ ആത്മബന്ധം പുലർത്തുവാൻ സാധിക്കും. വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുന്നതാകുന്നു. അതിനാൽ തുടക്കത്തിലെ അത്തരം കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. എത്ര വലിയ പ്രശ്നങ്ങൾ മനസ്സിലുണ്ട് എങ്കിലും അത് ഒളിപ്പിക്കുന്ന വ്യക്തികളാൽ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒളിപ്പിക്കാതെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളിലേക്ക് നിങ്ങൾ കടക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് വിപരീതമായി അല്ലെങ്കിൽ വിപരീതമായി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ചില തിരിച്ചടികൾ സംഭവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും പതറാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ശ്രദ്ധയോടെ തന്നെ നീങ്ങേണ്ടതായ സമയമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ചില കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില ക്ലേശങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ അലട്ടുന്നവരാണ് നിങ്ങൾ എങ്കിൽ അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പ്രധാനമായും ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ധനപരമായ ചില നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. വിശ്വസിക്കുന്ന ചില വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ചില വ്യക്തികളിൽ നിന്നും വേദനപ്പെട്ടതായ അല്ലെങ്കിൽ വേദന നൽകുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ മാസം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. എന്നാൽ ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.